പ്രേതങ്ങളെ ആരാധിക്കുന്ന മാസം കേട്ടോ. ഇത് കഴിച്ചിട്ടെങ്കിലും ഫുൾ മൈനിങ്ങാ ഉണ്ടാ. മൈൻ ചെയ്തിട്ട് മലയൊക്കെ അടിച്ച് നിലത്തേക്ക് ഇട്ടിരിക്കുകയാണ്. ആനകോണ്ട എന്ന് പറഞ്ഞിട്ട് അമേരിക്കയിൽ ഒരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. ഇവിടെ പണ്ടത്തെ തിയേറ്ററുകളും 100 വർഷം മുമ്പത്തെ തിയേറ്ററുകളും സംഭവങ്ങളൊക്കെ ഇവിടെ ഒരു ഹിസ്റ്ററി നിറഞ്ഞു നിൽക്കുന്ന ഒരു ടൗൺ അല്ലേ. ട്രാവലിസ്റ്റയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ അമേരിക്കയിൽ 5 തുഴഞ്ഞു പോകുന്ന ആൾക്കാരെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ ചേട്ടാ? റൈറ്റ് സൈഡിൽ നോക്കിയാൽ അവർ മീൻ പിടിക്കാൻ തോന്നിട്ടോ അല്ലേ? മീൻ പിടിക്കണ്ടവര്. അതെ അതെ, ഡ്രൈലാൻഡൊക്കെ ആയി തുടങ്ങിയത്. കൺട്രി സൈഡിൽ വീടുകൾ കണ്ടു തുടങ്ങിയിട്ടാ. ചില സ്ഥലത്തൊക്കെ നമ്മൾ സ്വിറ്റ്സർലാൻഡ് പോലെ മരം കൊണ്ട് പണിതിട്ടുള്ള സ്വിറ്റ്സർലാൻഡ് ടച്ചുള്ള കുറേ വീടുകൾ നമുക്കിവിടെ നോക്കുമ്പോൾ കാണാം. ട്രെയിൻ ഇവിടെ സ്റ്റോപ്പാക്കി നിർത്തിയിട്ടാ. എന്തൊക്കെ ഷോട്ടല്ലേ. ഇവിടെ കുറേ മൈനുകളും സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഈസ്റ്റ് കോസ്റ്റിൽ നിന്ന് വെസ്റ്റ് കോസ്റ്റിലേക്ക്, വെസ്റ്റ് കോസ്റ്റിൽ നിന്ന് ഈസ്റ്റ് കോസ്റ്റിലേക്കുള്ള മെയിൻ റെയിൽവേ റൂട്ടാണ് നമ്മൾ കാണുന്നത് കേട്ടോ. ഇവിടെ നമുക്ക് ഈ മൈനുകളും സംഭവങ്ങളൊക്കെ ഉള്ള കാരണം എല്ലാ ട്രെയിനിലും ഈ പറഞ്ഞ പോലെ കൽക്കരി, അതുപോലെ ഒരു ഗോൾഡൻ കല്ലുകൾ, സിൽവർ മൈനുകളൊക്കെ നമ്മൾ പോകുന്ന റൂട്ടുകളിലുണ്ട്. അപ്പോൾ അത് കാരണം ഈ റൂട്ടിൽ കൂടുതലും ചരക്ക് ട്രെയിനുകൾ ഇഷ്ടം പോലെ നമുക്ക് കാണാൻ പറ്റും പോണ വഴിക്ക്. ഇത് നമ്മൾ ഈ പൈൻ മരങ്ങളുള്ളിൽ ഇത്രയ്ക്കും വലിയ മൈനുകൾ ഉണ്ടോന്നൊക്കെ നമുക്ക് അതിശയാവട്ടെ അതിനെ പറ്റി കേൾക്കുമ്പോൾ. എന്തോരം മൈനുകളാണെന്നറിയോ നമ്മൾ പോണ വഴിക്ക് നമുക്ക് കാണാൻ പറ്റാം. അത് സിൽവർ ഉണ്ട്, ഗോൾഡ് ഉണ്ട്, കൽക്കരി ഉണ്ട്, കോളുണ്ട്, എല്ലാ സാധനങ്ങളും അതിലുണ്ട്. അപ്പം അതുകൊണ്ട് ഇത് ഈ റൂട്ട് ശരിക്കും ഒരു കച്ചവട റൂട്ടാണ്. അത് കണ്ടോ, ഇതൊക്കെ ട്രെയിനിൽ കയറ്റാനുള്ള മണ്ണാണ്. അതൊരു സംഭവം, എന്തൊരു മണല എന്തൊക്കെയാണ് കേട്ടോ. ഈ റൂട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയുടെ എക്കണോമിനെ വരെ പിടിച്ച് നിർത്തുന്ന സംഭവം കേട്ടോ. നോക്കിയാൽ അതൊരു സംഭവം തന്നെയാണ്. ഇവിടെ നിന്നൊക്കെ എന്തോ പെട്രോള് എല്ലാ സാധനങ്ങളും ഇതേപോലെ ട്രെയിനിലാണ് കൊണ്ടുപോകണം കേട്ടോ. അമേരിക്കയുടെ ഇക്കോണമി ഈ ഒരു സൈഡിൽ ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ, ഈ ഒരു കോസ്റ്റില്. ഇവിടെ ഫുള്ള് നമ്മളിപ്പോ കുറച്ച് മറ്റേ സിൽവർ മൈൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. സിൽവർ ടൗൺ എന്ന് പറഞ്ഞ ടൗൺ വരെ ഉണ്ടായിരുന്നു നമ്മൾ വരുമ്പോ. നമ്മള് ഇടാകോല് സിൽവർ ടൗൺ എന്ന് പറഞ്ഞ ടൗണിൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ മൈൻ ഗെയിമേഴ്സ് ഈ റേഞ്ചിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റിയതാ. എന്തായാലും ഇവിടെ ഒരു എനർജി ഉണ്ട്, സിയാറ്റിൽ എനർജി എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഏരിയ മൊത്തം എനർജി കേട്ടാ. അങ്ങനെ നമ്മള് നേരത്തെ പറഞ്ഞ പോലെ ടെറൈൻ മൊത്തത്തിൽ മാറിയിട്ടാ. പൊട്ടക്കുന്നുകളും ഗോൾഡൻ കളറുള്ള ഫീൽഡുകൾ മൊത്തം വന്നോട്ടെ നോക്കിയാൽ. ആ പൈൻ മരങ്ങളുള്ളിൽ നിന്ന് ജസ്റ്റ് നമ്മൾ പുറത്തേക്ക് ചാടി. ചാടിപ്പോൾ എന്തൊരു വിഷമം പോലെടാ. ഭയങ്കര പോസിറ്റീവ് ആയിരുന്നു പൈൻ മരങ്ങളുള്ളപ്പോട്ടാ കാണുമ്പോൾ. ഇത് കുറച്ച് കഴിഞ്ഞാൽ ഇത് മാത്രമായിരിക്കും. എന്തായാലും വെച്ച് പിടിക്കാം നമുക്ക്. നമുക്കൊരു ബ്രേക്ക് എടുക്കണ്ട. അല്ല നമ്മളിപ്പോൾ 1-2 മണിക്കൂറായി യാത്ര തുടങ്ങിയിട്ടാ. മിസോള എന്ന് പറഞ്ഞിട്ടുള്ള മൊണ്ടാനയിലത്തെ അടുത്ത സിറ്റിയിലേക്ക് നമുക്ക് വെച്ച് പിടിക്കാം. അങ്ങനെ നമ്മളിത് മിസോള പട്ടണത്തിലേക്ക് പതുക്കെ ഇറങ്ങാം. എയർവേ ബുൾവാർഡ് അടുത്ത എക്സിറ്റ് എടുക്കാം അവനെ. നമുക്ക് മിസോളയിൽ കയറിയിട്ട് എന്തെങ്കിലും ഒന്ന് ഫ്രഷ് അപ്പ് ആവാം. ഇവിടെ കുറെ ലോഡ്ജിങ്ങും റൂമൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ താമസിക്കാം. പക്ഷെ നമ്മളിന്ന് ബില്ലിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ള മൊണ്ടാനയിലത്തെ സൈഡിലേക്ക് പോകണം കേട്ടോ. എല്ലാവരും ഇന്ന് ക്യാമ്പർ വാനൊക്കെ എടുത്ത് ഇറങ്ങിയിരിക്കട്ടോ. ഇവിടെ ഫുള്ള് നമ്മളാ പോസിറ്റീവ് മൂടിന്ന് പെട്ടെന്ന് ഡ്രൈലാൻഡ് കിട്ടിയപ്പോ ഒരു വിഷമം അല്ലേ. എന്ത് ഭംഗിയായിരുന്നു, എന്തൊട്ട് രസമല്ല അത് കാണാനായിട്ട്. അത് കാണേണ്ട കാഴ്ച. ചിലപ്പോ കുറെ നാള് കണ്ടു കഴിഞ്ഞാൽ പ്രാന്താവും, അത് വേറെ കേസ്. പക്ഷെ അത് കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു കേട്ടോ. ആ പൈൻ മരങ്ങളുള്ളിൽ ഇങ്ങനെ മഞ്ഞച്ച് നിൽക്കണ ആ ഒരു ഓഫ് ആലോചിക്കാൻ പറ്റും. ഇവിടെ എക്സിറ്റ് എടുത്തപ്പോ നോക്കിയാൽ ഹാർലി ഡേവിഡ്സന്റെ ഷോറൂം കേട്ടോ. അമേരിക്ക ഹാർലി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോ ഈ സ്പ്ലിൻഡർ തുടങ്ങാറായിരിക്കും ചിലപ്പോ. നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ഇരുന്ന് ഒന്ന് ഫ്രഷ് അപ്പ് ആവാം അല്ലേ. ഒരു ചെറിയൊരു ടൗൺ കേട്ടാ, അധികം തിക്കുന്നിറങ്ങുമ്പോഴൊന്നുമില്ല. ഈ റൂട്ടിൽ എല്ലായിടത്തും അങ്ങനെ തന്നെയായിരുന്നു കേട്ടാ. എല്ലായിടത്തും വണ്ടി വിൽപ്പന കേട്ടാ. ഇവിടുത്തെ മെയിൻ ബിസിനസ് ആണെന്നുണ്ട്. നോക്കി അവിടെ ട്രക്ക് വെക്കാൻ വെച്ചിട്ടുണ്ടാ ഫുള്ള്. ഇവിടെയും എന്തായാലും ഇന്ന് നല്ല സ്കൈ ഒക്കെ അടിപൊളി കേട്ടാ. കഴിഞ്ഞ നമ്മുടെ ഷൂട്ടിങ്ങിന് വേണ്ട കാലാവസ്ഥ തന്നെയായിരുന്നു. കഴിഞ്ഞ 3-4 ദിവസം നമുക്ക് ഇത്തിരി ഡള്ളായിട്ടുള്ള കാലാവസ്ഥയല്ല വേണമായിരുന്നേ. അപ്പം നമ്മൾ പതുക്കെ നമ്മളിങ്ങനെ മിസോള എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൈനിങ് സിറ്റിയിലേക്ക് എത്തിയിരിക്കണം. അപ്പോൾ നമ്മൾ വണ്ടി നിർത്തിയപ്പോൾ എവിടെയാണ് സെൽഫ് സ്റ്റോറേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗമാണ്. നമുക്ക് നമ്മുടെ വീട്ടിൽ സാധനങ്ങളും അല്ലെങ്കിൽ നമ്മൾ ഇവിടെ നിന്നൊക്കെ വിട്ട് കുറച്ച് നാൾ മാറിയൊക്കെ നിൽക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ഇങ്ങനത്തെ സ്റ്റോറിൽ വന്നിട്ട് ഇങ്ങനെ സ്റ്റോർ ചെയ്യും. ഇതിന് നമുക്കൊരു മാസത്തിൽ റെൻറ്റ് 2 മാസം 3 മാസം 1 കൊല്ലം എന്നുള്ള രീതിയിലൊക്കെ ഫുള്ള് റെൻറ്റ് പരിപാടി ഉണ്ട് കേട്ടോ. ഈ കാണുന്നതൊക്കെ ഈ സ്റ്റോറേജുകളാണ്. അത് അത്ര പൈസ ഒന്നും ഉണ്ടാകുന്നു. അതിൽ എത്ര പൈസ ഉണ്ടാവും ഒരു മാസം?
മാസം ഒരു 5000 രൂപ 6000 ഇന്ത്യൻ മണി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത്രയും ദൂരം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്റ്റോറേജ് നമ്മുടെ കാർ ഷെഡ് പോലത്തെ ഒരു സ്റ്റോറേജ് മൊത്തം നമുക്ക് സാധനങ്ങളൊക്കെ വെച്ചിട്ട് വിടാം. വേണമെങ്കിൽ ട്രെയിലർ വെക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിൽ ട്രക്ക് ട്രെയിലർ, അത് പുതിയ ട്രെയിലറുകളാണ് വെക്കാൻ വെച്ചിട്ടാണ്. ഒരു ഡ്രൈ ലാൻഡ് അവിടെ നമ്മൾ വന്നിട്ട് ഇപ്പൊ എന്തെങ്കിലുമൊക്കെ റെസ്റ്റ് എടുക്കാൻ നോക്കണല്ലോ. കാപ്പിന്റെ കുടിക്കണ്ട, നമുക്ക് വേണമെങ്കിൽ 2 മിനിറ്റ് ഒന്ന് സമാനമായിട്ട് ഇറങ്ങി കാലും കൈയൊക്കെ നിർത്താം അല്ലേ. ഇവിടെയൊക്കെ അല്ല പൊഴിഞ്ഞൂട്ടാ അല്ലേ, മഞ്ഞപ്പൊക്കെ പോയി ചെടിയുടെ ഉള്ളിൽ നിന്ന് ഡ്രൈ ലാൻഡ് ആയിട്ട് നമ്മള് ഇവിടെ ഫുള്ള് സ്റ്റോറേജ് പരിപാടി ഒന്നും ഉണ്ടല്ലോ. ഗോഡ് ഡൗൺ ഗെയിം ആണല്ലോ മൊത്തം. ബാക്ക്ഗ്രൗണ്ട് മൊത്തം വലിയ വലിയ മലനിരകളും സംഭവങ്ങളൊക്കെ ആയിട്ടാ. നമ്മളിനി ചെറിയ മലകളൊക്കെ നമുക്കിനി കയറി ഇറങ്ങണം. എവിടെയാണ് ഒരു റെസ്റ്റിംഗ് ഏരിയ ഒന്നും കാണാനില്ലോ. അതൊരു ഇൻഡസ്ട്രിയൽ സിറ്റി പോലെ അല്ലേ. അങ്ങനെ നമ്മളൊരു സ്റ്റാർബക്സ് കണ്ടുപിടിച്ചിരിക്കട്ടോ. അറ്റ്ലീസ്റ്റ് ഇവിടെയെങ്കിലും നമുക്കൊന്ന് ഫ്രഷ് അപ്പ് ആവുന്നതായിരിക്കുന്നു. വേറെ അങ്ങനത്തെ ഷോപ്പുകളൊന്നും കാണാനില്ല. ഒരു ചായ നിർത്താലോ അല്ലേ, എന്നാലും കുഴപ്പമില്ല. സ്നേഹേന ശാന്തി. സ്റ്റാർബക്സ് കോഫി എടുക്കട്ടെ നമുക്ക്. ഓഫ് കുറേ നേരം ഇരുന്നിട്ടേ നമുക്ക് അകത്തേക്ക് കയറണ്ട. നമുക്ക് സ്റ്റാർബക്സിന് അകത്തേക്ക് വരുമ്പോൾ മണ്ണുണ്ടല്ലോ, ആലോചിക്കാൻ പറ്റില്ല. ഗോസ്റ്റ് ടൗൺ കണ്ട് ഇങ്ങോട്ട് വണ്ടി തിരിച്ചാട്ടാ. ഗോസ്റ്റ് ടൗൺ ആണോ അതോ എന്തൊരു സംഭവം എന്നറിയില്ല. ഗോസ്റ്റ് ടൗൺ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നോക്കി നോക്കാം. നമ്മളേ വണ്ടി ഓടിച്ചിട്ടേ ഇനി നിങ്ങളെ കാണിക്കാൻ പോണതേ പോണ വഴിക്ക് റീറൂട്ട് ചെയ്തപ്പോ ഒരു പേര് കണ്ടപ്പോ നമ്മൾ റീറൂട്ട് ചെയ്തു. റീറൂട്ട് ചെയ്ത സ്ഥലത്തിന്റെ പേര് അറിയോ? നമുക്കൊന്ന് ആലോചിക്കാൻ പോലും പറ്റാത്തൊരു പേര്. എന്തായിരിക്കും? സാനപ്പനായിട്ട് നല്ല കണക്ഷൻ ഉള്ള ഒരു സ്ഥലമാണ്. ക്ലൂ ഒന്നുമല്ലടാ, നമ്മള് ഇവിടെ വന്നപ്പോ ഇവിടെ യൂട്യൂബ് എടുത്തിട്ടാ. നമ്മളെ ഈ സ്ഥലത്തിന്റെ പേര് ആനകൊണ്ടാന്നാ. ആലോചിക്കാൻ പറ്റൂ. നമ്മള് ആനകൊണ്ട ആമസോൺ എന്നൊക്കെ പറഞ്ഞ് നമ്മള് കൊറേ ഗെയിം കളിക്കുന്ന ആളാ. പക്ഷെ അമേരിക്കയിലെ ആനകൊണ്ട എന്ന് പറഞ്ഞൊരു സ്ഥലം, ഒരു വ്യത്യസ്തതയുള്ള ഒരു പേര് പെട്ടെന്ന് അങ്ങനെ ഇത് ഭയങ്കര സംഭവമായി. എന്തായാലും നമുക്ക് ആനകൊണ്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് ജസ്റ്റ് ഒന്ന് കയറ്റി ഇറങ്ങാം. എന്തുകൊണ്ടാ പട്ടണത്തിന് ആനകൊണ്ട എന്ന് പേരിട്ടെന്ന് അറിയണ്ടേ? ചരിത്രം എന്തെങ്കിലും ഒരു ചരിത്രം ഉണ്ടാവും അതിന്. അപ്പൊ നമ്മള് ആനകൊണ്ട എന്ന് പറഞ്ഞ സിറ്റിക്ക് പതുക്കെ റീറൂട്ട് ചെയ്യട്ടാ. ഒരു അപ്രതീക്ഷയായിട്ട് കണ്ട പേര് കണ്ടപ്പോ തന്നെ നമ്മള് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാ. ആനകൊണ്ട പിടിക്കാൻ പോട്ടെ നമ്മള്. ഹെവി പെട്ടെന്ന് ആനകൊണ്ടെന്ന് പറഞ്ഞ ബോർഡ് കണ്ടപ്പോഴേ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാ. ഓവറായിട്ടാ നമ്മളെ എക്സൈറ്റ്മെന്റ്, സ്വല്പം ഓവറായിട്ടാ. അനാക്കോണ്ട അല്ല സാനപ്പന് പിന്നെ അനാക്കോണ്ട ഇഷ്ടമുള്ളതുകൊണ്ട് ഭയങ്കര ഡ്രൈ ലാൻഡ് ആട്ടാ. നമ്മള് ഈ അരിസോണ ഫീനിക്സ് ഒക്കെ പോയ പോലെ എടുത്തൊരു ടെറൈനാണ് ഇപ്പൊ നമ്മള് കടന്നു പോയിക്കൊണ്ടിരിക്കണടാ. ഇംഗ്ലീഷ് നെയിംസ് ആയിരുന്നു, അതായത് വെറൈറ്റി ആൾക്കാരുടെ പേരുകളൊക്കെ ആയിരുന്നു വരുന്ന സിറ്റിയിലല്ല. അതെ വില്യം എന്നൊക്കെ പറഞ്ഞ. അതെ, എന്തായാലും ആനകൊണ്ട സിറ്റിയിലേക്ക് നമുക്ക് പതുക്കെ കടക്കാം. എന്നിട്ട് സംഭവം എന്ന് അറിയണ്ട അതിന്റെ ഉള്ളിൽ എന്തുകൊണ്ടായിരിക്കും ഈ ആനകൊണ്ട പേര് വന്നിട്ടുണ്ടാവാ? എന്തെങ്കിലും ഒരു ഹിസ്റ്ററി നമുക്ക് തപ്പി നോക്കണം. ഇവിടെ ആണെങ്കിൽ റേഞ്ച് കിട്ടില്ല കേട്ടോ. അങ്ങനെയുണ്ട്. ചിലപ്പോ ഈ ഇങ്ങനത്തെ റോഡിന്റെ ഒരു സ്ട്രക്ചറിനാണോ ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞ് വളഞ്ഞു കിടക്കണാരനാവും, പറയാൻ പറ്റില്ലട്ടാ. ഇന്നലെ നോക്കി നോക്കാം. ഇതൊരു മൈനിങ് ടൗൺ ആട്ടാ. ഈ പേര് വരാൻ കാരണം തന്നെ ഇവിടെ കോപ്പർ മൈനുകളിലെ ഒരുപാട് സ്ഥലങ്ങളെന്ന് പറഞ്ഞത്. അപ്പൊ അന്നത്തെ 1880-കളില് ഉള്ള ഒരാളാണ് ഇതിന് ആനകൊണ്ട എന്നുള്ള പേര് ഇട്ടാ. ഇതണ്ട മൈൻ ചെയ്യാനുണ്ട് അവിടെ. ഫുള്ള് മൈനിങ് സ്റ്റേഷൻസ് ആട്ടാ. ഫുള്ള് റെസ്ട്രിക്റ്റഡ് ഏരിയകളൊക്കെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ മൈനിങ് സ്റ്റേഷൻ നമ്മൾ കൺഫ്യൂസ് ആവാതിരിക്കാനായിട്ട് അന്നത്തെ രാജാവ് അല്ലെങ്കിൽ അന്നത്തെ ഭരണാധികാരി പേര് മാറ്റിയിട്ട് ആനകൊണ്ടെന്നാക്കിയതാട്ടാ. കൺഫ്യൂഷൻ ആവുമ്പോൾ ആനകൊണ്ട എന്നിട്ട് പിന്നെ ഒരു കൺഫ്യൂഷൻ വരില്ലേ. നമ്മള് ആനകൊണ്ട ടൗണിലേക്ക് പതുക്കെ അടുത്തുകൊണ്ടിരിക്കണം. എൻട്രിങ് ആനകൊണ്ടാ. അമേരിക്ക ഫ്ലാഗ് ഇങ്ങനെ പറക്കണ കണ്ടിട്ട് നമ്മള് എൻ്റർ ചെയ്യാൻ പോണട്ടാ. അമേരിക്കട്ടാ നല്ല രസമുള്ള ഒരു കുഞ്ഞു ടൗൺ അല്ലേ. ഒരു നൈസ് ടൗൺ. ഇവിടെ ഒരു മൈനിങ് സെക്ടർ ആയതുകൊണ്ട് തന്നെ, മൈനിങ് ടൗൺ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ അന്ന് ട്രെയിനിലും ഒരുപാട്, നിങ്ങൾ ആലോചിക്കുക 100-120 വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഇതിൽ ട്രെയിൻ പോണു. അതിൽ മൈൻ ചെയ്ത് പോണ കോപ്പറും എല്ലാ സംഭവങ്ങളും ഇങ്ങനെ മൈൻ ചെയ്ത് പോണ ഒരു രംഗം നിങ്ങൾ ആലോചിക്കുക. ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് ഉണ്ട് ശരിക്കും ആനകൊണ്ട. നമ്മളിങ്ങനെ പറയുമ്പോൾ പേരുണ്ട് ആനകൊണ്ട ടയേഴ്സ്. എല്ലായിടത്തും ആനകൊണ്ടാന്ന് എഴുതി വെച്ചിരിക്കടാ. അടിപൊളിയുണ്ട്. ഒരു പ്രത്യേക ഒരു അറിവായിട്ടാണ് നമുക്ക് അമേരിക്കയിൽ ആനകൊണ്ടെന്ന് പറഞ്ഞ സ്ഥലം. നമുക്കാണെങ്കിൽ മോർ ഹാപ്പി. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ആനകൊണ്ടുമായി ബന്ധപ്പെട്ട് നിൽക്കണാരനെ. എല്ലായിടത്തും ട്രക്കുകൾ ഇങ്ങനെ സെല്ല് ചെയ്യാൻ വെച്ചിരിക്കടാ. ഇന്നലെ പോയിപ്പോഴുണ്ട്. ഇന്നലെ അവിടെ ഉണ്ട്. അതെ ഇവിടെ നമുക്ക് ചെറിയ വീടുകളും സംഭവങ്ങളൊക്കെ നമ്മള് നോക്കിയപ്പോ 10,000 പേരുകൾക്ക് താഴെയാണ്. 9,000 സംതിങ് ആൾക്കാരാണ് ഈ ടൗണില്
ഇവിടുത്തെ ലോക്കലായിട്ട് ആൾക്കാരുള്ളൂ എന്ന് പറയണേട്ടാ. ടൗൺ കഴിഞ്ഞുട്ടാ, ഇത്രയുള്ളൂ പരിപാടി കഴിഞ്ഞു. അന്നകൊണ്ട ടൗൺ ഫുള്ള് മൈനിങ് സെക്ടറിലാണ്. അവിടെയൊക്കെ നിങ്ങൾക്ക് അറ്റത്ത് നോക്കിയാൽ കാണാം മൈനിങ്ങൾ. അതായത് ഫുള്ള് മല തുറന്ന് വേണ്ട, മലയൊക്കെ ഇടിച്ച് പൊളിച്ചിട്ടുണ്ട് കേട്ടോ. ട്രെയിൻ ക്രോസ് ചെയ്യുന്ന ഏരിയ കണ്ട. പണ്ട് കാലത്ത് മലയിൽ നിന്ന് വരുന്ന മണ്ണും കോപ്പറൊക്കെ ഇങ്ങനെ ഈ ട്രാക്കിൽ കൂടി പോകണ്ടായിരുന്നോ. എല്ലായിടത്തേക്കും ട്രെയിൻ ട്രാക്കിൽ കൂടിയാണ് മൊത്തം ഗെയിം ഇരിക്കണതേ. ചെറിയ ചെറിയ വലിയ വീടുകളൊന്നും ഇല്ല കേട്ടോ, ചെറിയ ചെറിയ വീടുകൾ 2 നിലയൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. ഇവിടെ പണ്ടത്തെ തിയേറ്ററുകൾ, 100 വർഷം മുമ്പത്തെ തിയേറ്ററുകളും സംഭവങ്ങളൊക്കെ ഇവിടെ ഒരു ഹിസ്റ്ററി നിറഞ്ഞു നിൽക്കുന്ന ഒരു ടൗൺ അല്ലേ. എത്രയോ ആൾക്കാർ സ്വപ്നം കണ്ടു വന്ന സ്ഥലങ്ങളായിരിക്കും, എത്രയോ ആൾക്കാർ പണിയെടുത്ത് പോയ സ്ഥലങ്ങളൊക്കെ ആയിരിക്കും. ആലോചിക്കൊക്കെ നിങ്ങൾ. ഇന്ന് നമ്മൾ പതൊക്കെ ഒരു ഹിസ്റ്റോറിക്കൽ മൂഡിലേക്ക് പതൊക്കെ ചേഞ്ച് ചെയ്ത് പോയത്. ഒരു വണ്ടി കളിക്കണം, അത് കളിക്കലോ ഹെവി. സൂര്യേട്ടൻ്റെ പതുക്കെ പതുക്കെ താഴത്തേക്ക് പോയി തുടങ്ങി. ഇവിടെയൊക്കെ വീടുകൾ പല കളറും പല സംഭവങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വീടുകളുണ്ടാ. ഒരേ ട്രാക്കില് നമ്മൾ ലാസ് വേഗാസ് സ്ട്രിപ്പ് അടിക്കുന്ന പോലെ ഒരു ഒറ്റ സ്ട്രിപ്പിലുണ്ടാ ഈ സിറ്റി കടന്നു പോണ. വീടുകൾക്കൊക്കെ ഒരു പ്രത്യേക ഒരു ഭംഗിയില്ലേ കാണുമ്പോ. ഒരു പഴഞ്ചൻ ലൈനിലേക്ക് പക്ഷെ പ്രോ മൂടുണ്ട് കാണുമ്പോ. അങ്ങനെയുണ്ടേ ഉണ്ടാ വീടുകളൊക്കെ നോക്കിയാ. നമുക്കറിയാൻ കഴിഞ്ഞത് അമേരിക്കയിലത്തെ 80% മോട്ടലുകള് ഗുജറാത്തികളുടെ കയ്യിലാന്നാണ് പറയണേട്ടാ. അപ്പൊ നമുക്കിത് ഒരു ചുമര് മൊത്തം ആനകൊണ്ടാന്ന് എഴുതിയിട്ടുള്ള ഹിസ്റ്റോറിക് ആനകൊണ്ടാട്ടാ. ഹിസ്റ്ററി അതെ അതെ അതെ, അടിപൊളി. മൈനിങ്ങിന്റെ ഒരു പാറയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാ. പാറയൊക്കെ ഉണ്ടാക്കിണ്ട് ഒരാൾ നിർത്താൻ പറ്റി നിർത്തറ കാണാൻ നമുക്ക് അല്ലേ. ആനകൊണ്ടാട്ടോ ആലോചിക്കാൻ പറ്റുമോ. അപ്പൊ അങ്ങനെ നമ്മൾ പതുക്കെ ഇവിടുത്തെ ആനകൊണ്ട സ്ട്രീറ്റിലേക്ക് പതുക്കെ ഇറങ്ങിയിരിക്കട്ടാ. ദ നാഷണൽ ബാങ്ക് ഓഫ് ആനകൊണ്ട എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ടോ. ഇതുണ്ടോ നോക്കിയേ, ഇത് കണ്ട ഹാപ്പി ഹലോവിൻ. ഹലോവിൻ ടൈം ആയ കണ്ട ഫുള്ള് പ്രേതങ്ങളാ റോട്ടിൽ മൊത്തം. പ്രേതാ ചെക്കാൻ റോള് ആരാധിക്കുന്ന മാസം കേട്ടോ. നമ്മള് ആദ്യം ഉണ്ടല്ലോ നമ്മുടെ വീടിന്റെ മുമ്പിലൊക്കെ ഒരു തലയോട്ടി കണ്ടാണല്ലോ പിശാചാട്ടോ. വന്ന് പിശാച്ച് എന്നൊക്കെ പറയും. പക്ഷെ നമ്മളിവിടെ US വന്ന് ഇങ്ങനത്തെ സംഭവം കണ്ടപ്പോഴല്ലേ അപ്പോഴാണ് മനസ്സിലായി ഒരു മാസം മൊത്തം ഈ പ്രേതങ്ങളെ ആരാധിക്കുന്നു. നാട്ടിലൊന്നും തലയോട്ടിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ആരും വീട്ടിലെടുത്ത് വെക്കില്ല, പേടിയാണ്. പക്ഷെ ഇവിടെ എല്ലാ വീട്ടിലും എല്ലാവരുടെ കയ്യിലിപ്പോ തലയോട്ടിയാ. എല്ലാവരുടെ കയ്യിൽ തലയോട്ടിയാ. ഇന്നിപ്പോ ഹാലോവിൻ ദിവസം ആയതുകൊണ്ട് അല്ലെങ്കിൽ ഹാലോവിന്റെ ഇന്ന് നാളേക്കായിട്ട് അതിന്റെ ആഘോഷങ്ങളെല്ലാം നടക്കണം ഇവിടെ. അപ്പൊ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മള് എവിടെ നടന്നാലും ഉണ്ടല്ലോ നമ്മള് പേടിക്കുമെന്ന് വെച്ചാണ്ടല്ലോ. അയ്യോ പേടിച്ചിട്ട് പോളോ ഇമ്മരത്തെ പേടിപ്പിക്കില്ല. വേണ്ട ഹലോ ഹാപ്പി ഹലോവിൻ വേണ്ട. ഫുള്ള് ഇട്ടിരിക്കുന്ന ആൾക്കാരെ അടിച്ച് പൊളിക്കുന്നുണ്ടാ. ഇവിടെയൊക്കെ അതിന്റെ ഭാഗങ്ങളുണ്ടല്ലേ മൊത്തത്തില് എല്ലായിടത്തും ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ഒരു ബാറ് ബീറൊക്കെ മൂഡ് ഓൺ ആയിട്ടാ. അപ്പൊ ഈവനിങ് സൂര്യ അടിയിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ബീറില്ലാണ്ട് ഒരു പരിപാടി ഇല്ലട്ടാ. ഇത് കണ്ട ഇവിടുത്തെ മെയിൻ ക്ലാസ്സിനല്ലേ. ഒത്തിരി വയസ്സായ ആൾക്കാര് 2 ബീറൊക്കെ അടിച്ചിറങ്ങണ ഒരു സമയം. ഈ ഒരു കാലാവസ്ഥയിൽ ആലോചിക്കൊക്കെ ഒരു ആൽക്കഹോളിക് വെതർ തന്നെയാ അല്ലേ കണ്ടിട്ട്. തണുപ്പുണ്ട്. സൂര്യേട്ടൻ പതുക്കെ താഴത്തേക്ക് പോയി ഇറങ്ങി. നമുക്ക് ഇനി ഇവിടുന്ന് ഒരു എത്ര സമയം ഉണ്ടാവും? നമുക്കൊരു 3 മണിക്കൂർ കൂടി ഉണ്ട് ബില്ലിങ്സ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് അല്ലേ. 3.5 മണിക്കൂറുണ്ട് നമുക്ക് ഇവിടുന്ന് വണ്ടി ഓടിച്ച് നമ്മുടെ ബോൾഗാട്ടി ചേട്ടൻ്റെ വീട്ടിലേക്ക് എത്താൻ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ വീടുകൾക്കൊക്കെ വേറൊരു ഭംഗിയില്ലേ കാണുമ്പോൾ. ഇവിടുത്തെ ബിൽഡിങ്ങൾ 1895 ബിൽഡിംഗ് കേട്ടോ. ഇതൊക്കെ അന്ന് ഇങ്ങനെ സ്ക്വയർ അടിച്ച് ചെയ്യണമെങ്കിൽ ഉണ്ടാക്കണമെങ്കിൽ 96 ബ്രിക്കിൽ ഉണ്ടാക്കണ്ട ഒരു ഇംഗ്ലീഷ് ടച്ചിട്ടാ. അപ്പോൾ ഡിസ്കവർ ദി ആനകൊണ്ട ഒരു വിസിറ്റർ സെൻറ്ററിലേക്ക് നമ്മൾ എത്തി. ടൂർ ആനകൊണ്ട ഇങ്ങനത്തെ വണ്ടിയിലാണെങ്കിൽ ടൂർ ചെയ്യാട്ട് നമുക്ക് വേണമെങ്കിൽ. എല്ലാ സിറ്റീനെ അവരൊരു ഹിസ്റ്റോറിക് മൂഡിലേക്ക് ആക്കിയിട്ടുണ്ടല്ലേ. അന്ന് കാലത്ത് ഉപയോഗിച്ചിരുന്ന വണ്ടികളും മൈനിങ് സൈറ്റിലൊക്കെ ഉപയോഗിച്ചിരുന്ന വണ്ടികളൊക്കെ നമുക്കിവിടെ കാണാം കേട്ടോ. ആനകൊണ്ട ഹൈസ്കൂൾ ക്ലാസ് ഇവിടെ അമേരിക്കൻ ഫ്ലാഗ് ഇവിടെ വറക്കണു. ഇവിടെ ആനകൊണ്ട എന്നുള്ളൊരു പേര് വീഴാനായിട്ടുള്ള ഒരു കാരണം കൂടിയാണല്ലോ ഈ ട്രെയിൻ സ്റ്റേഷൻ. അന്ന് ഈ പറഞ്ഞ പോലെ അന്നത്തെ ഫസ്റ്റ് ക്ലാസ് ആണെന്നുള്ളൂ. ഇവിടുത്തെ റിച്ച് ആൾക്കാർക്ക് അന്ന് സഞ്ചരിച്ച ട്രെയിൻ ആയിരിക്കും ഇത്. വുഡും വേണല്ലേ. വുഡ് നമ്മൾ മറ്റേ ആമസോണിലെ ബസ് കണ്ട പോലെ കേട്ടാ. ഇതൊക്കെ ലൈറ്റൊക്കെ പോകണം കേട്ടോ. ഇതൊക്കെ വുഡാ 100-150 വർഷത്തെ കഥ പറയാണ്ട് ചെക്കന് വേറെ കാര്യം കേട്ടാ. മിനിമം അല്ലേ. ഇതൊക്കെ അടച്ച് പൂട്ടിയിട്ട് ഈ സമയം കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇതിലൊക്കെ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ലോക്ക് ചെയ്തിട്ടിരിക്കടാ. അതിൻ്റെ ലൈറ്റൊക്കെ എത്തണ്ടാ. ഇവിടെയും ട്രെയിൻ ഉണ്ട് നോക്കിയാണ്ടാ. ഈ കാറ്റടിക്കുമ്പോഴില്ലേ നമ്മുടെ നല്ല ക്രിസ്മസ് കാറ്റൊക്കെ അടിക്കില്ലേ ആ ഒരു മൂട്ടിട്ടാ. എന്തുട്ടാ പീസിൻ്റെ അപ്പാപ്പൻ.
കോപ്പർ മൈനിങ്. അന്ന് നമ്മൾ ഈ ആനക്കൊണ്ടാന്ന് പേരിടാണ്. ഇവിടെ നിറച്ച് ഇവിടെ കണ്ണ് അങ്ങോട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് കോപ്പർ മൈനുകളാണെന്ന് പറഞ്ഞത് ഈ ഒരു ഏരിയയിൽ ആനക്കൊണ്ടെന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പോൾ അന്ന് ഈ സ്ഥലത്തിന് പേരിടുമ്പോൾ എല്ലായിടത്തും കോപ്പർ പിൽസ് കോപ്പർ മൈൻ എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുന്നു. അപ്പോൾ ആൾക്കാർക്ക് ഈ സ്ഥലത്തിനെ പ്രോപ്പറായിട്ട് അറിയാൻ വേണ്ടിയിട്ട് അന്നത്തെ ഭരണാധികാരി ഇട്ട പേരാണ് കേട്ടോ ആനക്കൊണ്ട കേട്ടോ. അനാക്കൊണ്ട കോപ്പർ മൈനിങ്. അന്നവിടെ കോപ്പർ മൈനിങ് 97 നോക്കി. അന്നൊക്കെ എമ്മരുത്ത മേക്കിംഗ് ആലോചിക്കുക. നമ്മൾ കഴിഞ്ഞ ദിവസം അമേരിക്കൻ എക്സ്പെഡീഷനിലെ ഡുറാങ്കോ എന്ന് പറഞ്ഞ പട്ടണത്തിൽ ഇതേപോലെ ട്രെയിൻ സ്റ്റേഷൻ്റെ ഒക്കെ കഥ പറഞ്ഞിട്ടുണ്ടെന്ന് വന്ന് അവരിപ്പോഴും ലൈവായിട്ട് അത് ഓടിക്കുന്നുണ്ട് കേട്ടോ. ഓ മൈനിൽ നിന്ന് ഇറക്കണ സാധനം കണ്ടോ അല്ലേ? മൈൻ ചെയ്ത സംഭവങ്ങൾ കൊണ്ടുപോകാനുള്ള ട്രെയിലറൊക്കെ ഉണ്ട്. അത് കളിക്ക്. എന്തായാലും നമുക്ക് അതൊക്കെ മൂവ് ചെയ്യാം. ഇനി ഇവിടെ ഒരു 4 മണിക്കൂർ ഇങ്ങനെ യാത്രയുണ്ട് മണ്ടപ്പോൾ കാട്ടിച്ചാണ്ട് വീട്ടിൽ കേട്ടോ. ഊഫ് കളറിങ് ലൈറ്റിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ഓട്ടം സീസണിലേക്ക് വരണം. ഓട്ടം സീസണിലേക്ക് നിങ്ങൾ കളിച്ചോട്ടാ. യൂറോപ്പായാലും അമേരിക്കയിലും. ഇതൊക്കെ അന്നത്തെ ആൾക്കാർ ഇങ്ങനെ പോയി ആനക്കൊണ്ട. അന്നത്തെ ആൾക്കാരടുത്തേക്ക് പോയതിനപ്പോ വീണിട്ട് ഇതേപോലത്തെ വിസിറ്റ് സെന്ററൊക്കെ അടച്ചിട്ടിരിക്കട്ടാ. സമയം ഏകദേശം 6 മണി 5:30 മണിയായില്ലേ? എനിക്കാണ് പണ്ടത്തെ റെയിൽവേ സ്റ്റേഷനായിരിക്കുന്നത് കണ്ട. ഇവിടെ വരെ നിർത്തിയിട്ടാ കണ്ട. ഇവിടെ നിന്ന് പരിപാടി. എന്തായാലും ഞങ്ങൾ പറഞ്ഞേ ആനക്കൊണ്ടെന്ന് പറഞ്ഞ സ്ഥലത്തൊന്നും അത് വെറുതെ പേരിന് എഴുതിയ സ്ഥലമാക്കാന്ന് പറഞ്ഞിട്ട് കയറിയതാ. പക്ഷെ ഇവിടെ എല്ലായിടത്തും ആനക്കൊണ്ട പറയണത്. അതെ അതെ അതെ. പിന്നെ ഈ വരുന്ന വഴിക്ക് ഒരു മലയിൽ എയും അനാക്കൊണ്ടയുടെ എല്ലാ ലെറ്റേഴ്സും ഓരോ മലകളല്ലേ സ്പ്ലിറ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. സീ കാണാം ആനക്കൊണ്ട സീ നമുക്ക് അറ്റത്ത് കാണാം. നമ്മൾ ഫോൺ എടുത്തില്ല, നമുക്ക് സൂം ചെയ്യാൻ പറ്റില്ല. ഇവിടെ കാണാം. ആവട്ടെ ഹിസ്റ്റോറിക് ആനക്കൊണ്ട. ഇതിന് മേലെ ഇനിയിപ്പോൾ ആനക്കൊണ്ട നമുക്ക് കാണിച്ചു തരാൻ പറ്റില്ല കേട്ടോ. നിങ്ങളൊന്ന് വിശ്വസിക്കുമോ അമേരിക്കയിലെ ആനക്കൊണ്ട ഉണ്ടെന്ന്? എത്ര ഉള്ളൂട്ടാ. നമുക്ക് പതുക്കെ വണ്ടി കൊണ്ട് പോവാം. 4 മണിക്കൂർ കേട്ടോ. തണുപ്പടിച്ചു തുടങ്ങി. ഞാനാണെങ്കിൽ രാവിലെ ഷൂ ഇട്ടിട്ടില്ല, ചെരുപ്പിട്ടൊക്കെ നടക്കണ നൈസായിട്ട് തണുപ്പടിക്കുന്നുണ്ട് കേട്ടോ. ഒരു ചായ തപ്പിയ പോലും കിട്ടില്ല കേട്ടോ. എന്നിട്ടാ വിക്ടോറിയ ഹൗസ് ഹോട്ടലാട്ടോ. അവിടെ വന്ന് നമുക്ക് താമസിക്കാം. ഹലോയിൻ്റെ പ്രാതങ്ങളൊക്കെ മുമ്പിൽ വന്ന് വെച്ചിട്ടാ. കപ്പിത്താൻ ഇതേ വന്നോട്ടാ. ഇപ്പോൾ ഒരാടെ മുത്ത ചക്ക നമ്മളെ നോക്കിയിരിക്കുക എവിടേക്ക് നിങ്ങൾ പോയെന്ന് വെച്ചിട്ട്. ഹാപ്പി ഹലോയിൻ. ഹലോവീൻ നമ്മൾ കപ്പിത്താനെ കൊണ്ട് വെച്ച് പിടിക്കാനുണ്ടാ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞ പോലെ ഒരു തലയോട്ടിയൊക്കെ കണ്ടു കഴിഞ്ഞാണല്ലോ സാത്താൻ വന്നു, പ്രേതം വന്നു, എല്ലായിടത്തും എല്ലാം കയറി വരും. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഒരു തലയോട്ടി ഉണ്ട്, നമ്മൾ 7 അയലത്തിൽ കൂടെ വേറെ വഴിക്ക് പോകും. ഇവിടെ എല്ലാവരും വീട്ടിൽ തലയോട്ടി കൊണ്ട് നടക്കാൻ പിള്ളേർ അങ്ങോട്ട് കളിക്കാനായിട്ട്. ഞങ്ങൾ ഇത്തിരി നേരം വൈകുന്ന് പറഞ്ഞതാണ്, അല്ലെങ്കിൽ നമ്മൾ രാത്രി കയറി വരുമ്പോഴേ ഓക്കെ ഓക്കെ തിരി കഴിക്കാം. ഓക്കെ താങ്ക് യു. ക്ലീറ്റസ് ചേട്ടൻ വിളിക്കാട്ടാ. ക്ലീറ്റസ് ചേട്ടൻ്റെ അടുത്തേക്ക് നമ്മൾ പോകണം. ബുൾഗാട്ടി ക്ലീറ്റസ് ചേട്ടൻ്റെ അടുത്തേക്ക് നമ്മൾ പോണത്. ബുൾഗാട്ടി ക്ലീറ്റസ് ജാതി പേരാണ്. എനിക്ക് ആ സംസാരം ഉണ്ടോ? ഞങ്ങളുടെ അടുത്തടുത്തുള്ള ബുൾഗാട്ടി അടുത്താണല്ലോ, ചെറായും അടുത്തല്ലേ. പക്ഷെ എനിക്ക് ചാച്ചേട്ടന്റെ സംസാരത്തിൽ കുറച്ച് നാളായിട്ട് ഇവിടെ വന്ന് ഇങ്ങനെ നിക്കല്ലേ, അത് കാരണമായിരിക്കും അല്ലേ. എന്റെ ചെറിയ സാമാൻ ഇടയ്ക്ക് അപ്പേ ആ സാധനമൊക്കെ ഉണ്ട്. പെപ്പേ മൂടടക്കി പിടിക്കണ്ടേ. എന്തായാലും 4 മണിക്കൂർ ഹലോയികളൊക്കെ പ്രായതളക്കണ നോക്കിയാ. ചെക്കൻ പ്രായത്തിന് കാണുമ്പോളേ ഇപ്പൊ ചിരി വരെ ചെയ്യണേ. പണ്ടൊക്കെ ഒരു അസ്ഥി കൂടെ കണ്ടാൽ ഞാൻ പേടിക്കും. നോക്കിയത് ഇവിടെയൊക്കെ വീടിന് മുമ്പിലൊക്കെ അസ്ഥി കൂടെ കണ്ടു. എല്ലായിടത്തും അസ്ഥി കൂടെ വെച്ചിരിക്കുക. ഇവിടെ അസ്ഥി കൂടെ നല്ലൊരു ഹായ് ബായ് ഒക്കെ പറഞ്ഞ് ഭയങ്കര ഹാപ്പി. ഇന്ന് രാവിലെ ചായ കുടിക്കാൻ വന്നപ്പോ തലയൊട്ടിച്ച ആലോചിക്കാൻ പറ്റുമോ? എന്തായാലും വെച്ച് പിടിക്കണ. 4-4.5 മണിക്കൂറുണ്ട് നമുക്ക് ഇനി അടുത്തൊരു സ്ട്രെച്ചിട്ടാ. ബുൾഗാറ്റി ക്ലീറ്റസ് എന്നെ തേടിയുള്ള യാത്ര. അല്ല ഭയങ്കര ഹാപ്പിനെസ് ആണ് നമുക്ക്. ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും നമുക്ക് ലോകത്തിൻ്റെ എല്ലാ നാനാ ഭാഗത്തുള്ളത് നമുക്കൊരു പ്രൗഡല്ലേ. നമ്മൾ ആനക്കൊണ്ട സിറ്റിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇവിടെ നല്ല വെളിച്ചായിട്ടോ. അവിടെ സൂര്യ അസ്തമിച്ചു. നമ്മളിവിടെ എത്തിയപ്പോൾ സൂര്യ ഉദിച്ച പോലെ അല്ലേ. പെട്ടെന്ന് ഡാർക്കിന്ന് ലൈറ്റിൽ കയറി. അങ്ങനെയുണ്ടേ. ആ മലയുടെ മുകളിലൊക്കെ ശരിക്കും പൈൻമരങ്ങളും ചെറിയ മരങ്ങളൊക്കെ. പക്ഷെ ഇവിടെ അടിഭാഗത്ത് മൊത്തം ഡ്രൈ കഴിഞ്ഞിട്ട് കിടക്കണം. നമ്മുടെ തൊണ്ട ഒരു മണിക്കൂർ വ്യത്യാസം ഉണ്ടാവില്ല. ഈ ഒരു ഏരിയയിലെന്നുണ്ട് 1 മണിക്കൂർ നമ്മൾ ഫ്രണ്ടിലേക്ക് വന്നുണ്ടാ. ഇന്ത്യൻ ടൈമായിട്ട് നോക്കുമ്പോൾ നമ്മുടെ കപ്പിത്താനിൽ നല്ലൊരു മ്യൂസിക് സിസ്റ്റം ഇല്ലാത്തത് കൊണ്ടും നമ്മൾ വലിയ സൗണ്ട് ഇഷ്ടപ്പെടാത്തത് കൊണ്ടും സാൻഡപ്പിന്റെ പാട്ട് കേൾക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടും നമ്മൾ ചെറിയൊരു JBL സ്പീക്കർ വാങ്ങിയിട്ട് 10 മിനിറ്റ് ഗെയിം കളിക്കണ. ഇടയ്ക്കിടയ്ക്ക് പാട്ട് കേൾക്കാം. പക്ഷെ നല്ല സൗണ്ട് കേട്ടോ. ഇത് പ്രമോഷനൊന്നുമില്ല. ഇത് കുഞ്ഞ് സാധനമാണെങ്കിലും സംഭവം നല്ല സൗണ്ട് ഉണ്ട്. എന്തുട്ടൊക്കെയാലും നമ്മുടെ ഈ പറഞ്ഞ ക്യാബിലേക്ക് പറ്റിയ സാധനം അല്ല അനിലെ അന്തു അത്ര വിളിക്കണോ അത് നമ്മൾ യൂസ് ചെയ്തു. ഫുൾ ടൈം നമ്മള് പ്രഷർ പിടിക്കുമ്പോൾ ഇതിൽ പാട്ട വയ്ക്കും അല്ലകും അല്ലേ. അല്ലെങ്കിൽ സാൻഡപ്പം പാടും. നല്ലത് ഇത് കാണുക.
ആദ്യത്തെ 2 ദിവസം ഞാൻ പാട്ട് പാടി പല്ല് പറഞ്ഞു നമുക്കൊരു സ്പീക്കർ വാങ്ങിയാലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു പിന്നെ ഞാൻ നിർത്തി പരിപാടി. അപ്പൊ നമ്മൾ ആനകൊണ്ട് തിരിച്ചു പോകുമ്പോ കണ്ടൊരു കാഴ്ചയാണ്. അതൊരു ഗോൾഫ് ഹൗസ് എന്നാണ് ഇതിനെ ഹിസ്റ്ററിയിൽ എഴുതി വെച്ചിരിക്കുന്നത്. അവിടെ ഗോൾഫ് ഹൗസിലേക്ക് പോകുമ്പോൾ ഒരു വലിയൊരു കുത്തമ്മിനാർ പോലെ സാധനം പണിത് വെച്ചിട്ടുണ്ടാ. സിമ്പിൾ ആൻഡ് ഹമ്പിൾ പരിപാടി. കുത്തമ്മിനാറിന് അത്ര ഇല്ലെങ്കിലും കുറച്ചൊക്കെ ഹൈറ്റ് ഉണ്ടായിട്ടാ. അവിടെ ഫുള്ളൊക്കെ നോക്കി നിങ്ങൾ അവിടെ നോക്കിയാൽ മൈനിങ് സ്റ്റേഷൻസ് അവിടെ നോക്കിയാൽ ഫുൾ മൈനിങ് ഉണ്ടോ. മൈൻ ചെയ്തിട്ട് മലയൊക്കെ അടിച്ച് നിലത്തേക്ക് ഇട്ടിരിക്കുകയാണ്. അവിടെ നിങ്ങൾ അടുത്ത കോപ്പർ മൈൻ കറുത്തിരിക്കണ ഫുൾ കോപ്പർ മൈനാടാ. ഫുൾ കറുത്തിരിക്കണ. അതൊക്കെ ഇനി ട്രെയിനിൽ കയറ്റിട്ട് അടുത്ത ലൈനിലേക്ക് പോട്ടാ. ന്യൂയോർക്ക് സൈഡിലേക്ക് അവിടെ നിന്ന് ഷിപ്പിൽ കയറ്റി കൊണ്ടുപോകാന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട്. ഇവിടുന്ന് ഫുള്ളാണ്ടാ ട്രെയിൻ വന്ന് നിൽക്കണോണ്ട് അവിടെ ട്രെയിൻ കുറേ ട്രെയിൻ ബോഗികൾ നമുക്ക് അവിടെ കാണാം കേട്ടോ. ഇവിടെയൊക്കെ ലോഡ്ജുകളും ഹോട്ടലൊക്കെ ഉണ്ട് കേട്ടാ. ഫുൾ കോപ്പർ സിറ്റി എന്നാണ് ശരിക്കും ആനഗോണ്ട അറിയപ്പെടുന്നത് കേട്ടോ. ആനഗോണ്ടയുടെ പേരും ഈ സിറ്റിയുടെ പേരും നമ്മൾ യാതൊരു ബന്ധമില്ല കേട്ടോ. അത് വേറെ രസം. എന്തായാലും കറുത്തിരിക്കുന്നുണ്ട്. എന്തായാലും കോപ്പർ എടുത്ത ട്രെയിനുകൾ അങ്ങനെ കയറ്റി കൊണ്ടുപോകുന്നത് മലയായിട്ട് വെച്ചിരിക്കണം അവർ. അത് മൈൻ ചെയ്തിട്ട് മുകളിലേക്ക് മലയാക്കിയിരിക്കണം കേട്ടോ. ഇതുണ്ടോ ഗതിയറിയാതോരോ വഴികളിലും പോകാൻ നീയുണ്ടിൽ പോര്. പേമാരിക്കോളും വന്നേ കാറിൻ കലമേലെ കണ്ടേ മഴ മൂടും മാമല മുകളിൽ ഇടിമിന്നൽ തൂന്നതുമുണ്ട്. പേമാരിക്കോളും വന്നേ കാറിൻ കലമേലെ കണ്ടേ മഴ മൂടും മാമല മുകളിൽ. നമ്മളങ്ങനെ അറ്റത്തേക്ക് നോക്കുമ്പോൾ മഞ്ഞൊക്കെ കണ്ടുടങ്ങിയിട്ടല്ലേ. അമേരിക്കൻ മഞ്ഞുകാലത്തിന്റെ ഹൃദയത്തിലേക്ക് നമ്മൾ ഹെഡ് ചെയ്യണത് ചിക്കാഗോയിലേക്ക്. എന്തായാലും നമുക്ക് നോക്കി കാണാം. മഞ്ഞും ഈ പറഞ്ഞ ഡ്രൈനസ് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ തണുപ്പ് കാലായിരുന്നേ അല്ലേ. ചിലപ്പോ മഞ്ഞ് കിട്ടും നമുക്ക്. ചിലപ്പോ മഞ്ഞ് കിട്ടും നമുക്ക്. അങ്ങനെ നമ്മള് ആനഗോണ്ടെന്ന് പതുക്കെ മലയൊക്കെ പതുക്കെ കയറി തുടങ്ങിട്ടാ. പച്ചപ്പും മലനിരകളൊക്കെ പതുക്കെ മാറി തുടങ്ങി. ആ ഡ്രൈനസിൽ നിന്ന് ചെറിയൊരു പച്ചപ്പിലേക്ക് കയറിയിട്ട് നമ്മളിപ്പോ ഇവിടുത്തെ കല്ലിനൊക്കെ ഒരു മഞ്ഞ കളറല്ലേ. മൊത്തത്തിൽ യെല്ലോ സ്റ്റോൺ എടുത്തുകൊണ്ടാണോ? യെല്ലോ സ്റ്റോൺ നമുക്ക് ഈ പോണ റൂട്ടിൽ തന്നെ നമുക്ക് ഈ തവണ നമ്മൾ പിടിക്കില്ല. നമ്മൾ ഈ എക്സ്പെഡിഷൻ കഴിഞ്ഞിട്ടാണ് യെല്ലോ സ്റ്റോൺ 1 വീക്ക് പ്രോഗ്രാം പ്ലാൻ ചെയ്യാനായിട്ട്. എന്തായാലും നമുക്ക് വെച്ച് പിടിക്കാം. വീണ്ടും ഒരു പച്ച മലനിരകളിലേക്ക് നമ്മൾ തിരിച്ച് എത്തിയിട്ടാ ആ ഡ്രൈനസിൽ നിന്ന്. സ്കൈന്റെ കളർ നമ്മൾ ഗ്രേഡ് ചെയ്തല്ലേട്ടാ. നോക്കിയ കളർ മാറിയതുണ്ടോ. എന്ത് ഭംഗിയല്ലേ. എത്ര കളർ ഉണ്ട്? ഡാർക്ക് ഗ്രീൻ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, ഡാർക്ക് ഗ്രീൻ ഉണ്ട്, ബ്ലൂയിഷ് ഉണ്ട്, പിങ്ക് ഉണ്ട്, ഓറഞ്ച് ഉണ്ട്. മുകളിലേക്ക് എത്തുമ്പോ ബ്ലൂയിലേക്ക് വരണുണ്ട് വീണ്ടും. അങ്ങകലെ ഒരുപാട് മലനിരകളും സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് പതുക്കെ ബില്ലിങ്സിനോട് എടുക്കട്ടാ. ഒഴുകി നിൽക്കണമല്ല. നീ അധികം നോക്കണ്ടട്ടാ. അധികം നോക്കിയാലും പ്രശ്നം. ലോറിയുടെ ബാക്ക് പിടിക്കും. എന്തായാലും ഒരു ചിത്രകാരന്റെ ഭാവനയിലുള്ള ഫ്രെയിം കിട്ട പോലെ നമ്മൾ പോണ്ടിട്ട പതുക്കെ. എന്തിട്ടാ ഫ്രെയിം അല്ലേ. കളറിങ് ലൈറ്റിങ് ലൈറ്റിങ് ആയിട്ടാ. എന്നിട്ടായാലും അസ്തമയത്തിന്റെ ഒരു ബ്യൂട്ടിയാണ്. അതൊരു ഭയങ്കര ബ്യൂട്ടി ആയിട്ടാ. ഭയങ്കര ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടി. നോർത്തേൺ ലൈറ്റ്സ് കിട്ടും. ലൈറ്റ് ഒരു വേറെ വെറൈറ്റി. പക്ഷെ ഈ ടെറൈനും ഉണ്ടാ ഈ കല്ലിന്റെ കളർ മഞ്ഞയും എല്ലാം കൂടി വന്നപ്പോഴാണ് അതിന്റെ ഒരു ആർട്ട് വന്നിട്ടാ. ഒരു ആർട്ടിസ്റ്റിക് മൈൻഡിൽ നോക്കുമ്പോ അങ്ങനെയാണ്. നമ്മൾ ആ ഡ്രൈ ലാൻഡിൽ നിന്ന് പെട്ടെന്ന് കണ്ടാ പൈൻ മരങ്ങളും കല്ലും എല്ലാം കൂടിയുള്ള ഒരു ഐസ് മലകളൊക്കെ വന്നു തുടങ്ങിട്ടാ. പതുക്കെ ടെറൈൻ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആവുന്നുണ്ട് പതുക്കെ. ഇരുട്ടായി തുടങ്ങി. അതെ ഇരുട്ടായി തുടങ്ങി. പിന്നെ അമേരിക്ക ആയാലും വലിയ ആഫ്രിക്കയ്ക്ക് ആകുമ്പോൾ ഇരുട്ടാകുമ്പോ ചെറുന്ന് നെഞ്ചത്തിരിട്ടി വരും. ഈ ആനിമൽ ക്രോസിംഗും സൂക്ഷിക്കണോ. ഇവിടെ അതിൽ ഏറ്റവും കൂടുതൽ അപകടങ്ങളും മരണങ്ങളൊക്കെ സംഭവിക്കുന്നത് വരുന്ന വഴിക്കാൻ ഒരു 4 സ്ഥലത്ത് നമ്മൾ കണ്ടില്ലേ. എന്തായാലും നമ്മളൊരു ചെറിയൊരു മല ഇറങ്ങിക്കൊണ്ടിരിക്കട്ടാ. ഡ്രൈവ് നന്നായി ആസ്വദിക്കണം തോന്നില്ല അതില്. എനിക്കിഷ്ടമാണ്. നല്ല രസമായിട്ട് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റിയൊരു ഒരു സമയട്ടാ. നല്ല സീസണും ആണ്. കിട്ടുന്ന കളിക്കാട്ടവൻ. അപ്പൊ നമ്മൾ അമേരിക്കയിൽ എല്ലായിടത്തും കാണുന്ന ഒരു കാഴ്ചയുണ്ടാ. ബ്രേക്ക് പോയി ഇറക്കിറങ്ങി വരുമ്പോ ഇതേപോലെ ബ്രേക്ക് പോയി കഴിഞ്ഞാൽ ട്രക്കുകളും കാറുകളൊക്കെ ഈ മലയുടെ മുകളിലേക്ക് കയറിക്കണ്ട. നേരെ കയറി കഴിഞ്ഞാൽ അവിടെ ഒരു വണ്ടി ട്രക്ക് കയറ്റിന്നുണ്ടാ. അങ്ങനെ മുകളിലേക്ക് ഗ്രാവലിലേക്ക് കയറ്റിടാം. അപ്പൊ ബ്രേക്ക് നഷ്ടപ്പെട്ട വണ്ടികൾക്ക് നേരെ അപകടങ്ങളൊന്നും ഇല്ലാണ്ട് സ്റ്റോപ്പ് ചെയ്യാം എന്നുള്ള ഒരു ഉദ്ദേശത്തോടെ നമ്മുടെ നാട്ടില് ഡ്രൈവർ ചേട്ടന്മാർ കമന്റ് ചെയ്തോളോ നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ ഫെസിലിറ്റി ഉണ്ടോന്ന്. അതൊരു സേഫ്റ്റി സംഭവം. വലിയ ഇറക്കങ്ങളൊക്കെ ഇറങ്ങുമ്പോൾ ഏത് സമയത്തും ഈ വണ്ടികൾക്ക് അല്ലെങ്കിൽ ലോറികൾക്കൊക്കെ എന്തും സംഭവിക്കാം. അപ്പൊ അതിന് ഇവിടുത്തെ ഗവൺമെന്റ് അല്ലെങ്കിൽ ഇവിടുത്തെ എനിക്കാണ് യൂറോപ്പിലൊക്കെ ഉണ്ട്. അതെ 4% ബ്രേക്ക് ആയിട്ടാണ് നമ്മൾ ഇറങ്ങിയേക്കുന്നത്. നമ്മുടെ കപ്പിത്താന്റെ ബ്രേക്കിന്റെ പെർസെന്റേജ് 2 mm ആണ് ബാക്കി എന്ന് പറഞ്ഞിരിക്കണേ. ആലോചിക്കാൻ പറ്റും. ധൈര്യം ചില നേരത്തെ പ്രശ്നമാണ്. അപ്പൊ മല ഇറങ്ങി വരുമ്പോ
നമ്മൾ രാവിലെ കണ്ട ആ മഞ്ഞപ്പ വീണ്ടും തിരിച്ചു വന്നുട്ടാ. ഓ അങ്ങകലെ മഞ്ഞുമലകള് കണ്ടു തുടങ്ങി. മഞ്ഞ ഫോളിന്റെ വേറെ രൂപം നമ്മളിവിടെ കണ്ടു തുടങ്ങി. ഓരോ ടെറൈനിൽ യാത്ര ചെയ്യുമ്പോൾ ഓരോ അനുഭവങ്ങളാട്ടോ. അമേരിക്കയിൽ പ്രത്യേകിച്ച് നമ്മൾ ഏത് ടെറൈനിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു സുഖമാണ്. അത് വിന്ററിലായാലും ശരി ഏത് ടൈമിലായാലും കേട്ടോ ഒരു വേറൊരു അനുഭവം തന്നെയാണ്. നമ്മളത് പറയുമ്പോൾ അമേരിക്ക അഹങ്കാരം എന്നൊക്കെ ഒരു ഉപരി ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണോ. അമേരിക്ക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അൺഎക്സ്പ്ലോർഡ് സ്ഥലമായിട്ട് ശരിക്കും വേറെ ലോകം. പിന്നെ ബില്ലിങ്സിലേക്ക് 205 മൈൽ കൂടി ഏകദേശം 300 കിലോമീറ്റർ കൂടി നമുക്ക് ഇനി വണ്ടി ഓടിക്കാണ്ട്. എന്തൊരു വണ്ടി ആംബുലൻസ് വണ്ടി എടുത്ത് കയറിക്കണോ മറഞ്ഞിരിക്കാൻ അധികം വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ എടുത്തോണ്ടോ പോലീസുകാരോ. കാരണം അധികം ക്യാമറ അങ്ങോട്ട് തിരിക്കാൻ പറ്റില്ല, പണിണ്ട്. നമ്മുടെ അടുത്തൊരു മല ഏരിയ കടന്നുകൊണ്ടിരിക്കട്ടോ. കപ്പിത്താന് നമുക്ക് എണ്ണ അടിക്കാനായിട്ട് നമ്മൾ പതുക്കെ എത്തിയിരിക്കുന്ന സുഹൃത്തുക്കളെ. ഇപ്പൊ ഇവിടെ $3.08 ഇട്ടാ. അവിടത്തേക്ക് 10 സെന്റ് കുറവാട്ടോ അല്ലേ. രാവിലെ അടിച്ചേക്കാളും സ്വല്പം കുറവാട്ടോ. അപ്പൊ നമ്മള് എക്സോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെട്രോൾ സ്റ്റേഷനിൽ കയറാൻ പോവാ. ടൗൺ പമ്പ്. ഈ കുട്ടിക്ക് കപ്പിത്താൻ കുട്ടിക്ക് ബാക്ക്ഗ്രൗണ്ടില് മലരമല് മറ്റേ സ്കൈ ഓൺ ആയിക്കണ നോക്കിയാ. നമ്മള് കപ്പിത്താനുള്ള അടുത്ത ചക്കാനത്തിൽ കുറച്ച് ദിവസം കുടിക്കട്ടെ. അതും കുട്ടി കുടിക്കണ പിടിക്കാം. നമ്മള് 3.89 പേയ്മെന്റ് എടുക്കണില്ല. ഞങ്ങൾക്ക് ഉള്ളില് അടക്കേണ്ടി വരില്ലേ. വലിയൊരു പമ്പാട്ടാ, നീറ്റ് ആൻഡ് ക്ലീൻ പമ്പ്. കൊണ്ടാന ജീപ്പ് കണക്കല്ലേ. ജീപ്പിന്റെ ഭംഗി വേറെ തന്നെ കേട്ടോ. എന്നിട്ട് തങ്ങിയാലും താറ് വന്നാലും അത് പിടിക്കാൻ പറ്റില്ല അല്ലേ. ചിലപ്പോ പുതിയ താറ് എങ്ങനെയാണെന്ന് അറിയാലോ. നമ്മൾ കണ്ടിട്ടില്ല പുതിയ താറ് റെക്സാ. നമ്മള് ടൗൺ പമ്പിലേക്ക് ലക്കി ലിൽസ് കാസിനോന്റെ ഉള്ളിൽ കൂടെ നമ്മള് നമ്മുടെ കപ്പിത്താനുള്ള സെറ്റ് ചെയ്യാൻ പോട്ടാ. ഇന്ധനം നമുക്ക് ഇന്ധനം ഇല്ലേട്ടന്ന്. നമ്മുടെ ഇന്ധനം തീർന്നല്ലേ പെട്ടെന്ന് ഓർമ്മ വന്നു. വരുമ്പോ മൊണ്ടാനയുടെ ഇത് കാണാട്ടാ. മൊണ്ടാനയുടെ വെറൈറ്റി ആയിട്ടുള്ള മഗ്ഗുകളും കപ്പുകളും $15 ഏകദേശം $1300 കളി. നമുക്ക് എന്താണ് വെച്ച് കഴിക്കാം. ഇപ്പം നമ്മൾ നമ്മുടെ ബുൾഗട്ടി ക്ലീറ്റസാറിൻ്റെ അടുത്തേക്ക് പോകണ കാരണം നമ്മൾ അധികം കഴിക്കില്ല കേട്ടാ. നമ്മളിവിടെ പപ്സ്, നമ്മുടെ നാളത്തെ പപ്സ് പോലെ സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അടിപൊളി. ഈ മൊണ്ടാനൊക്കെ ബേസ് ചെയ്തിട്ടേ ഒരുപാട് മൈനിങ് പരിപാടികളൊക്കെ ആയിട്ടുള്ള ഒരുപാട് ബുക്കുകളൊക്കെ ഇറങ്ങിയിട്ടാ. ഇതിപ്പോൾ കൗഗേൾ മൊണ്ടാന കിട്ടുന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഈ മൈനിങ്ങുമായി ബന്ധപ്പെട്ട് ഒരുപാട് പണ്ടത്തെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള കുറേ ബുക്കുകൾ മൊണ്ടാന ബേസ് ചെയ്തിട്ടുണ്ടോ ശരിക്കും. അത് മേടിച്ച് വേണ്ടി ഒട്ടിക്കണല്ലോ അല്ലേ. ഉണ്ടോ മൊണ്ടാന ബിഗ് സ്കൈ കൗണ്ടി എന്നാണ് അറിയപ്പെടുന്നത്. മൊണ്ടാനയ്ക്ക് പല രീതിയിലുള്ള സാൽമണാണ്. അത് സാൽമണല്ല മൊണ്ടാനയ്ക്ക് ഇത് പല രീതിയിലുള്ള ഹൈക്കിങ് ഇതാണ്ട. നമ്മുടെ ജംഗിൾ ബുക്കിലത്തെ പട്ടി നിൽക്കണ പോലെ നിൽപ്പുന്നുണ്ട. കരടി നിൽക്കണ ഒരു സൈഡിൽ അതിൻ്റെ ഉള്ളിൽ കുഞ്ഞ് നടക്കണ വേറെ നല്ല കൺസെപ്റ്റ് ആണ്. ഒരുപാട് സാധനങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ മേടിക്കാം. ഷോർട്ട് ക്ലാസ് ഒക്കെ ഉണ്ട് മൊണ്ടാനയുടെ. അടിപൊളി. മൊണ്ടാന എനിക്ക് തോന്നുന്നു നമ്മുടെ ടെക്സസ് കഴിഞ്ഞിട്ട് ഏറ്റവും വലിയ സ്റ്റേറ്റ് ആണെന്ന് തോന്നുന്നുണ്ടോ. നമുക്കറിയുന്ന ചെടിയിൽ കമൻറ്റ് ചെയ്തോളൂ. ടെക്സസും മൊണ്ടാനയും മാപ്പിൽ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ള കാലിഫോർണിയ ഉണ്ട് കേട്ടോ. നല്ല വലിപ്പമുള്ള സ്റ്റേറ്റുകളാണ്. എന്തായാലും നമുക്ക് പെട്രോൾ അവിടെ സെറ്റ് ആയിട്ടാ. ട്രക്കുകളൊക്കെ വന്ന് അടിച്ച് കയറ്റാട്ടാ. നമുക്ക് ട്രക്ക് ലൈഫ് ഇതിനിടയ്ക്ക് ചെയ്യണം. അത് വേറെ കാര്യം. നമ്മളെ കാനഡ മൊത്തമായിട്ട് ഒരു പരിപാടി ചെയ്യണം കേട്ടോ. ക്ലാസ് ഇങ്ങനെ പ്രാണി അടിച്ചിട്ട് ഫുൾ പോയി കേട്ടോ. നല്ല പതി ഉണ്ടോ മൊത്തം. കുറെ നാളെ ഒരു സ്ഥലത്ത് വന്നൊരു പത കാണണ്ട. ഏത് സ്ഥലത്ത് പോകുമ്പോൾ പതി ഉണ്ടാവാറില്ലേ. സെറ്റായാ നമ്മളേ കാർഡ് ഇട്ടിട്ട് റെഡി ആയില്ലോ. പെട്രോൾ അടിക്കാൻ റെഡി ആയില്ലോ. അപ്പൊ അവര് നമ്മളൊരു കുറച്ച് നേരം വെയിറ്റ് ചെയ്തിന്. നമ്മളൊരു 5 മിനിറ്റ് 10 മിനിറ്റ് വെയിറ്റ് ചെയ്തിന് തന്ന സമ്മാനം ഉണ്ടോ നോക്കിയാ. ഒരു കോഫിയും ഒരു നട്ട്സും ചെയ്യാന്നൊന്നും ആലോചിച്ച് നോക്കിയ. ഒരു കോഫിയും കിട്ടിയ നട്ട്സും. ഞങ്ങൾ 5 മിനിറ്റ് നമ്മുടെ സമയത്തിന്റെ വില എന്താന്നല്ലേ അതറിയണമെങ്കിൽ ഉണ്ടല്ലോ ഇന്ത്യക്ക് പുറത്ത് വന്നാൽ മതി. നമ്മള് അമേരിക്കയിലേക്ക് ഒന്നും വരണ. ഇന്ത്യക്ക് പുറത്ത് വന്നാണ്ടല്ലോ സമയത്തിന്റെ വില എന്താന്ന് അവർ പറഞ്ഞ് മനസ്സിലാക്കി തരും നമുക്ക്. നമുക്ക് ബോൾഗാട്ടി ക്ലീറ്റസ് ആദ്യ സാധനം ഒരു അല്ലേ ഒറിജിനൽ സാധനം. ഒരു കപ്പലിന്റെയും കാപ്പിയും. അയ്യോ കാപ്പി കൂടെ മറന്നു വെച്ചിട്ട് ഓരോ വെക്കാൻ. നമുക്കൊരു ഫ്രഷ്നെസ്സിന്റെ ഒരു കുറവുണ്ടായിരുന്നു സമയത്തിന്റെ വിലക്ക്. ബൈ ബൈ ടൗൺ പമ്പ്. അങ്ങനെ നമ്മളെ ഒരു
ഒരു പട്ടണത്തിലേക്ക് പതുക്കെ അടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇനിയും നമുക്കൊരു അരമണിക്കൂർ ദൂരം കൊണ്ടുണ്ട് നമ്മുടെ ബുൾഗാട്ടി ക്ലീറ്റസാറിന്റെ അടുത്തേക്ക് എത്താനായിട്ട്. ബുൾഗാട്ടി ക്ലീറ്റസാറിന്റെ എത്തിക്കാനായിട്ട് ഇവിടെ ഒരു പ്ലാന്റ് നമുക്ക് കാണാട്ടാ. എന്തോ ഒരു സംഭവത്തിന്റെ പ്ലാന്റാണ് നമ്മുടെ മുമ്പിൽ ഇവിടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഓയിലിന് മണുണ്ട്, പുറത്തേക്ക് ഫുള്ള് മണുണ്ട് വണ്ടിയിലേക്കിട്ടാ. ലൗറൽ റെഡ് ലോഡ്ജ് എന്ന് പറഞ്ഞ ലോഡ്ജിന്റെ പേര് കൂടെ വന്നിട്ടില്ലേ? ചെറിയൊരു ടൗണിലേക്ക് നമ്മൾ പതുക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മളിപ്പോ കുറെ സമയം വണ്ടിയിൽ നിന്ന് ഞങ്ങളൊക്കെ വർത്താനം പറഞ്ഞിരിക്കുന്നത്. എല്ലാം നിങ്ങളെ കാണിച്ച് പോരട്ടിപ്പിക്കില്ല എന്ന് മാത്രം. പതുക്കെ നമ്മൾ ഓരോ ടൗൺ എത്തുമ്പോ ഓണാക്കി പിടിക്കാൻ മാത്രമല്ല. നമ്മൾ ഏകദേശം ബില്ലിങ്സിലേക്കുള്ള എക്സിറ്റ് എടുത്തോട്ടോ. ബില്ലിങ്സ് എത്തി നമ്മള് മൊണ്ടാനയുടെ ഏകദേശം സെന്റർ എത്തിന്നുള്ളല്ല. ഏകദേശം സെന്ററിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മള് ഇപ്പൊ നാളെ രാവിലെ ഇവിടുന്ന് നമ്മള് മൊണ്ടാന ക്രോസ് ചെയ്യും. ഗ്യാസിനൊക്കെ ഫുൾ പവർ കേട്ടോ ഇവിടെ. ഈ സമയത്ത് ഗ്യാസിന് ഏകദേശം നമ്മുടെ ക്ലീറ്റസാറിന്റെ വീടിന്റെ അടുക്കാറായി. 5 മിനിറ്റ് കൊണ്ട് നമ്മള് ബുൾഗാട്ടിയിൽ. ഇവിടുത്തെ വീടുകളൊക്കെ ചെറിയ വീടുകളാണെങ്കിൽ നല്ല ഭംഗിയുള്ളതാണ് അല്ലേ? അതെ അടിപൊളി. രാത്രിയായാലും നമുക്കൊരു സമാധാനം കാണുമ്പോട്ടാ. ഫോർഡിന്റെ വണ്ടികളാ, പുത്ത വണ്ടികള്. അമ്മേ ബുറാങ്കൊക്കെ ഉണ്ടിട്ട് എല്ലാം ഉണ്ടാ. 150 എല്ലാം ഉണ്ടിട്ടാ. എല്ലാ വണ്ടികളെ ഷോറൂമും ഒരേ സ്ട്രീറ്റ് നമ്മുടെ അടുത്ത പോലെ കേട്ടാ. അത് പറ്റ അങ്ങക്കലെ വരെ ഉണ്ട് കേട്ടാ പുത്ത വണ്ടികള്. ഷവർലയുടെ ഷോറൂം കഴിഞ്ഞു. പിന്നെ സെക്കൻഡ് ഹാൻഡ് ഷോറൂമുകളാന്ന് കേട്ടോ. ഡ്രൈവ് ത്രൂ ATM അങ്ങനെ പറയണം. ഡ്രൈവ് ത്രൂ ATM, പാണ്ട എക്സ്പ്രസ് എല്ലാം ഉണ്ട് കേട്ടോ. ബെൻസിന്റെ ഷോറൂം എന്തിട്ട് വേണ്ട എല്ലാം ഉണ്ട് നമ്മൾ കണ്ടുപിട്ടപ്പോ. കാറുമായി ബന്ധപ്പെട്ട എല്ലാ കമ്പനിയും കണ്ടുപ്പോ. ഇതും കാശിനോ ഇവിടെ ഇല്ല. അതും കാശിനോ. അതെ ഇതും കാശിനോ. ആൾക്കാർ കാശ് തരുന്ന സ്ഥലം തോന്നിട്ടാ അല്ലേ? ഇത്തിരി ഹൈ പോർച്ച് ടീമുകളൊക്കെ ഉള്ള പോലെ അല്ല കാറുകളൊക്കെ അല്ലേ? എനിക്ക് തോന്നുന്നത് നമ്മൾ അവിടുന്ന് ഈ ഇഡാഹ് കഴിഞ്ഞിട്ട് ഏറ്റവും വലിയ ടൗൺ ആണെന്നുണ്ട് ബിൽഡിങ്സ് അല്ലേ? ഇത്രയ്ക്ക് നല്ല വലിയ ടൗൺ കണ്ടിട്ടില്ലടാ നമ്മള്. സിയാറ്റിൽ നിന്ന് പോന്നിട്ട് വരെ കണ്ടിട്ടില്ലേ അല്ലേ? ഇഡാഹോല് വരെ കണ്ടിട്ടില്ലടാ നമ്മള് പോയിരുമ്പോ. അങ്ങനെ നമ്മുടെ ക്ലീറ്റസാറിന്റെ അടുത്തേക്ക് നമ്മള് പതുക്കെ എടുക്കാട്ടാ. ബുൾഗാട്ടി ക്ലീറ്റസിനെ കാണാനായിട്ട് നമ്മളത് ലീസിങ് ഇവിടുത്തെ ഒരു അപ്പാർട്ട്മെന്റിലുള്ള പുള്ളി വേറെ താമസിക്കണം കേട്ടോ. വേറെ പുറത്ത് നിൽക്കണ്ടെന്നാണ് അറിഞ്ഞത്. നോക്കാം ഏതാ ബുൾഗാട്ടി ക്ലീറ്റസ്. നമസ്കാരം. ഓ ഒരു മലയാള വാക്ക് കേട്ടപ്പോ ഒരു സന്തോഷം. നമ്മളെവിടെയൊക്കെ സാമ്യമുള്ള പോലെ. നമസ്കാരം. ബോൾഗാട്ടി ഞാൻ വിചാരിച്ച ഫേസിലല്ല നമ്മുടെ ഏകദേശം ഫേസ് നമ്മൾ ഒരുമിച്ചാ. കട്ടക്ക് ആൾക്കാരാ. എത്ര നാളെ US എത്ര നാളായി? മാർച്ചിലാണ് ഇങ്ങോട്ട് റീലൊക്കേറ്റ് ചെയ്തത്. ഓക്കെ 6 മാസമാണല്ലോ. 6 മാസമാവുന്നുള്ളൂ. അതെ പുതിയ നാട് പുതിയ അമേരിക്ക. കൊറേ ദൂരം പോയില്ലാണ്. ഞങ്ങള് ബുൾഗാട്ടി ക്ലീറ്റസിന് ആദ്യം പിള്ളപ്പോ കൊടുത്തിട്ടാ. കുഴപ്പമൊന്നും ഇല്ലടാ. വരുമ്പോ ഞങ്ങള് ബുൾഗാട്ടി ക്ലീറ്റസിന്റെ അടുത്തേക്ക് പോകാന്നുകൊണ്ട് പിള്ളപ്പോ കൊടുത്തിരിക്കുന്നത്. എനിക്ക് ബോൾഗാട്ടി അറിയാം. അപ്പൊ ഞാൻ 10 പ്രാവശ്യം പറഞ്ഞു ബോൾഗാട്ടിയാണ് നാറ്റിക്കരുത്. ചെക്കൻ കൊച്ചിക്കാരനായൊരു ചെറിയ സാധനം കിട്ടി. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. തൃശ്ശൂർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇതിപ്പോ ബോൾഗാട്ടി ധർമ്മജം കഴിഞ്ഞാൽ ചിലപ്പോ ചേട്ടനായിരിക്കും ബോൾഗാട്ടി വെച്ച് പേര് പറയാറില്ല പൊതുവേ. നമ്മളാ പേരിന് ഒരു ബോൾഗാട്ടിക്ക് ഒരു ക്ലീറ്റസ് വന്നപ്പോഴേ ആ ബിൽഡപ്പ് കൊടുത്താ. അതാണ് ഞങ്ങളെല്ലാവരും പുതിയതല്ല. ഞങ്ങളാകെ 1 മാസമായിട്ടുള്ള പറയണ പോലെയാ. അവൻ്റെ ഉള്ളിൽ ഒരു സമാധാനം കേട്ടാ. പണിണ്ട് ബോൾഗാട്ടി ക്ലീറ്റസിന് നമ്മുടെ ഒരു ബോൾഗാട്ടി ക്യാപ്പിന്റെ ഒരു പവർ ഉണ്ട് കേട്ടാ അല്ലേ? മൊണ്ടാന സ്റ്റേറ്റിൽ ടാക്സ് ഇല്ല അല്ലേ? അത് കാരണം ഈ വണ്ടിയൊക്കെ ഇവിടെ കൂടുതൽ വിൽക്കാൻ വെച്ചിരിക്കണമെന്നുണ്ടല്ലേ? കുറെ എല്ലായിടത്തും വണ്ടി കച്ചവടം ചെയ്യുന്നുണ്ടല്ലോ. ഇവിടെ വണ്ടി കച്ചവടം നടത്തുന്നുണ്ടല്ലേ? പുറത്തുനിന്ന് വേറെ സ്റ്റേറ്റിൽ നിന്ന് ആൾക്കാരൊന്നും മേടിക്കില്ല. വണ്ടിക്ക് മേടിക്കല്ലേ? ഇവിടെ വർക്ക് ചെയ്യുന്നവർക്കും സാലറിക്ക് ടാക്സ് കൊടുക്കും. ഓക്കെ അത് തെറ്റ് പറ്റിയതാണ്. സാലറി ടാക്സ് ഉണ്ട്. ഹലോ ചേച്ചി ക്യാമറമാനോട് മുമ്പിലുണ്ട് കേട്ടോ. ഹലോ നമസ്കാരം. അമ്മി മോളെ സെയിം ചായ ആണല്ലോ. ഹായ് പേരെന്നിട്ടി? മറിയ. ഓക്കെ നൈസ്. ചേച്ചിയുടെ പേര്? റിനു. ഓ അടിപൊളി. കാണാറുണ്ടാ? അത് മതി. മോൾ എത്ര പഠിക്കണേ? എത്ര പഠിക്കണ? വിച്ച് സ്റ്റാൻഡേർഡ് യു സ്റ്റഡിങ്? ഓ അത് മതി. കുറച്ച് മലയാളമൊക്കെ ആവാട്ടാ. അറിയാലോ അത് മതി. ഒരു പോയിന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രാവൽസ് ഒക്കെ പോവും ഫ്രെയിമിൽ നിന്ന്. ഉള്ളിലേക്ക് കയറിയപ്പോ ചൂടല്ലേ? സംഭവത്തിൽ എന്തൊരു പുക വരുന്നുണ്ടല്ലോ.
നമ്മൾ വിചാരിച്ച പോലെ അല്ല. ബോൾഗാട്ടി ക്ലീറ്റസ് അല്ല, ബോൾഗാട്ടി അപ്പന്റെ ക്ലീറ്റസ് അപ്പന്റെ പേരാണ്. പേര് ശരിക്കുള്ള പേര് കിങ്സ്ലി. ഓക്കെ, അപ്പൊ ബോൾഗാട്ടി കിങ്സ്ലി എന്ന് പറഞ്ഞാലാണ് ഈ ജാതി ജംബ്രൂട്ടൻ പേരുകളാ. കിങ്സ്വേക്ക് ഞങ്ങളൊരു കിങ് ആയിട്ട് കുറെ കളി കളിച്ചിട്ട് വന്നിരിക്കണേ. അപ്പൊ ഞങ്ങള് നമ്മുടെ വെബ് സീരീസ് നെറ്റ്ഫ്ലിക്സ് എടുത്ത് അറിഞ്ഞോ. അപ്പൊ അതിന്റെ ഒരു സന്തോഷവാർത്തകൾ ഇതിനുള്ളുണ്ട്. താങ്ക് യു. നമ്മുടെ വൈപ്പിങ്കാരി ചേച്ചിയുടെ സ്പെഷ്യലാണ് പപ്സ് എന്ന് പറഞ്ഞു. അപ്പൊ പപ്സിലേക്ക് എത്തിയിരിക്കാണ്. എന്റെ എടുത്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്ക്. ഈ വൈപ്പിൻകാരക്കാർക്ക് ഒരു എറണാകുളക്കാരായിട്ട് ഒരു ടച്ച് കൂടിയുണ്ട്. ഇപ്പൊ അനിലിപ്പോ കുറച്ചു നേരം സംസാരിക്കില്ല, തൃശ്ശൂരുകാരുടെ സംസാരില്ല. 2 വൈപ്പിനും പൊൾക്കാട്ടിയല്ലേ. അതെ, നമ്മൾ ഒരേപോലെയാണെന്ന് അങ്ങനല്ല നീ ഉദ്ദേശിച്ച. അപ്പൊ നമ്മുടെ ഫുഡ് സെക്ഷൻ ഓണായിട്ടുണ്ട്. ഇത് ആരെ പ്രശ്ന മനസ്സർക്ക് നമ്മുടെ നാടൻ പോത്തൻ. നാടൻ പോത്തൻ, ബോൾഗാട്ടി തോരൻ. ബോൾഗാട്ടി തോരൻ. ഓക്കെ, പെർഫെക്റ്റ്. അത് ചെമ്മീൻ. പിന്നെ ഇഞ്ചിപ്പുളി, ഇഞ്ചാമ്പുളി. ഇത് കഴിച്ചിട്ടെങ്കിലും പറഞ്ഞിട്ട് ബോൾഗാട്ടി തോരൻ. പിന്നെ ബോൾഗാട്ടി ബീഫ്, നമ്മുടെ ചെക്കൻ ഉണ്ടാക്കിയിട്ടുള്ള ബീഫാണ്. ആലോചിക്കാൻ പറ്റത്. ചേച്ചിയുടെ പ്രിപ്പറേഷൻ വന്നിട്ടന്ന് പപ്സ്. ചേച്ചിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡിഷ് ഏതാ? ഉണ്ടാക്കാനായിട്ട് ഇഷ്ടപ്പെട്ട ഡിഷ് ഏതാ? അതെ, ബോൾഗാട്ടി പറയൂ മനസ്സോർക്ക്. ബോൾഗാട്ടിക്കാർക്ക് മീൻകറി, മീനൊക്കെയാണ്. എല്ലാ സീ ഫുഡും നമ്മുടെ ഫേവറേറ്റ്. സീ ഫുഡ് എന്ന് പറഞ്ഞ ബോൾഗാട്ടിയാണ്. വൈപ്പിൻ. എറണാകുളം സീ സൈഡ്. ചേറായി വിട്ട് പിടിക്കാം. ഇവിടെ നമുക്ക് നല്ല മീൻ കിട്ടൂല്ലോ. ഇവിടെ മറ്റേ ഇത് ഫ്രീസ് വരും, ഫ്രോസൺ കിട്ടും. പക്ഷെ ഞങ്ങൾക്ക് ഫ്രോസൺ പിടിക്കില്ല. ഫ്രഷ് കഴിച്ച് ശീലിച്ചതുകൊണ്ട് എറണാകുളം വൈപ്പിൻകാർക്ക് പറ്റില്ല, ചേറായിക്കാർക്ക് പറ്റില്ല. അത് വൈപ്പിൻകാർക്ക് മനസ്സിലാവും. അതെ സത്യം. പുളി പിടിക്കില്ല. ഇല്ലില്ല. വൈപ്പിൻകാർക്ക് നിക്കണേ. ഞാൻ വന്നിട്ടേ ഇവര് രണ്ടുപേരും വൈപ്പിന് വിശേഷങ്ങൾ. അത് എന്റെ അമ്മാമ്മയുടെ വീട് ആ ഹമ്പ് തീർന്നിട്ട് പള്ളിയുടെ അപ്പുറത്തെന്നൊക്കെ പറഞ്ഞ് നിക്കാ. എന്തെന്ന് ഇവരെ പറയാ. എന്നെ നോക്കില്ല. അപ്രതീക്ഷിതമായിട്ട് കിട്ടിയ കണക്ഷനാണ്. അപ്പൊ നമ്മള് വൈപ്പിൻ നമ്മുടെ സ്വന്തം നാടെന്ന് പറയുമ്പോ നമുക്ക് അത്രയും സന്തോഷം. അതെ. ബോൾഗാട്ടി ബീഫ് കഴിക്കാൻ ഇവിടെ നിന്ന് എന്നെങ്കിലും ചേട്ടാ നമ്മള്. അത് വേറെ കേസ്. ബീൻസും ചെമ്മീനും. ബീൻസും ചെമ്മീനുണ്ട്. അടിപൊളി. ബീൻസും ചെമ്മീനും ആദ്യത്തെ കോമ്പിനേഷൻ ആണല്ലോ. നമ്മൾ ഇത് വെച്ചിട്ടാ. അല്ല, നമ്മള് പച്ചക്കറിയില് എറണാകുളംകാരി ഇതിലും ചെമ്മീനുണ്ടല്ലേ? വിന്റേജ് ചെമ്മീനാ. ഞങ്ങളുടെ എറണാകുളം ജില്ലയിൽ ഇതൊരു ഫേമസ് ഡിഷാണ്. അടിപൊളി. നിങ്ങളിപ്പോഴേ എറണാകുളക്കാരെല്ലാരും സെറ്റ്. ഞാൻ തൃശ്ശൂരുകാരൻ ഇവിടെ പോസ്റ്റ്. അത് ശരിയല്ല കേട്ടാ. അടിപൊളി. തേങ്ങാപ്പാലും മുരിങ്ങേരലയും ചെമ്മീനും. അപ്പൊ നമ്മള് ചോറും മുരിങ്ങേരലയും ബീൻസ് ഉപ്പേരിയും ചെമ്മീൻ ചൂടാക്കുന്നുണ്ട്. അത് കഴിച്ച് നമുക്ക് നാളെ രാവിലെ കാണാം അല്ലേ? തീർച്ചയായിട്ടും. വെറും $999 ലോകാത്ഭുതങ്ങൾ ഒന്നായിട്ടുള്ള മാച്ചു പിച്ച് കണ്ടാലോ. ഒപ്പം തന്നെ വൺ ഓഫ് ദി നാച്ചുറൽ വണ്ടറായ ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാടുകളിൽ ഒന്നായ ആമസോൺ റെയിൻ ഫോറസ്റ്റ് കണ്ടാലോ. 4 ദിവസം നീളുന്ന ഈ സ്വപ്നതുല്യമായ വണ്ടർ യാത്രയിൽ നമ്മൾ കുസ്കോയിൽ തുടങ്ങി സീക്രട്ട് വാലി, അഗ്വാസ് കാലിയന്റെ എന്ന പട്ടണങ്ങളിൽ യാത്ര ചെയ്ത് 3-ാം നാൾ നമ്മൾ മാച്ചു പിച്ച് എന്ന ആ സ്വപ്നത്തിലേക്ക് എത്തും. അങ്ങനെ ഇങ്ക സംസ്കാരവും ഇങ്ക കൾച്ചറും എല്ലാം തൊട്ടറിഞ്ഞിട്ടുള്ള ഈ യാത്രയിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു. നമ്മൾ ഗ്രീൻ ബുക്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ 10 പേരിന് മേലുള്ള ഒരു ഗ്രൂപ്പ് നമ്മൾ ഇതിൽ സംഘടിപ്പിക്കുന്നില്ല. നിങ്ങൾ ഗ്രൂപ്പ് ട്രാവലേഴ്സ് ആയിക്കോട്ടെ, കപ്പിൾ ട്രാവലേഴ്സ് ആയിക്കോട്ടെ, സോളോ ട്രാവലേഴ്സ് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ആർക്കും ഈ പാക്കേജ് എടുക്കാം. ഈ പാക്കേജ് ആദ്യത്തെ 50 പേർക്ക് മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ പാക്കേജ് എടുത്തിരുന്ന ആൾക്കാർക്ക് 2 വർഷത്തിൽ എപ്പോൾ വേണമെങ്കിൽ യാത്ര ചെയ്താൽ മതി. അങ്ങനെ ഒരുപാട് പ്രത്യേകത നിറഞ്ഞ പാക്കേജുകളാണ് ഗ്രീൻ ബുക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. എന്തായാലും ഗ്രീൻ ബുക്ക് പ്രോഗ്രാമിന്റെ മാച്ചു പിച്ചു അല്ലെങ്കിൽ ആമസോൺ പാക്കേജുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം.